മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ധർമ്മടം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകും. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് പത്രിക സമർപ്പിക്കുന്നത്. 11 മണിക്ക് LDF പ്രവർത്തകർ പ്രകടനമായി എത്തിയായിരിക്കും പത്രികാ സമർപ്പണം. പത്രികാ സമർപ്പണത്തിന് ശേഷം പിണറായി വിജയൻ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ ലോക്കൽ കൺവെൻഷൻ വേദികളിൽ എത്തും. അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലും പ്രചാരണത്തിലുമൊക്കെ ബഹുദൂരം മുന്നിലായ LDFന്റെ ക്യാപ്റ്റൻ ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. ശക്തി പ്രകടനമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുമൊക്കെ ബഹുദൂരം മുന്നിലേക്ക് എത്തിയ LDF പ്രവർത്തകർക്ക് ആവേശമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലാണ് മുഖ്യമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം തലശ്ശേരിയിലേക്ക് എത്തുകയും നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യ ഘട്ടങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് പിണറായി വിജയൻ. മറ്റ് മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമ്പോൾ, അതായത് ഇപ്പോൾ UDFൻ്റെ ഉൾപ്പെടെ 55 സ്ഥാനാർത്ഥികളെ മാത്രമേ, അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ മാത്രമേ പത്രിക ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ്. കാരണം മുഖ്യമന്ത്രി, അവരുടെ ക്യാപ്റ്റൻ തന്നെ നാമനിർദ്ദേശ പത്രിക, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കല്ല, ഒരു പടി കൂടി കടന്നുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് LDFനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നു. തൊട്ടു പിന്നാലെ തന്നെ മറ്റ് LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ കണ്ണൂരിലും സംസ്ഥാനത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലുമൊക്കെ അത്തരത്തിൽ LDF അർജുൻ കല്യാട് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF ഇതുവരെ സ്ഥാനാർത്ഥി ചിത്രം പോലും തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ LDFന്റെ ക്യാപ്റ്റൻ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് LDF. അതിനപ്പുറം കടന്നുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പോകുന്നു. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.